നമസ്കാരം. ബി ജെ പിയിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ത് കാറ്റാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പൊളിച്ചെഴുത്ത് ബി ജെ പിയിൽ വന്നിരിക്കുന്നു. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും കേരളത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളുമായ ശോഭാ സുരേന്ദ്രനെ എഴുതിത്തള്ളാനും ആക്ഷേപം ഉന്നയിച്ച് നാണം കെടുത്താനും ശ്രമിച്ചവർക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് മികച്ച ഒരു പദവിയാണ് കേന്ദ്രം നൽകാൻ പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ ദില്ലിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷ്ണ വിഗ്രഹം സമ്മാനിച്ച് അമിത്ഷായുടെ മനസ്സ് കവരുകയും ശോഭ ചെയ്തു. കൂടാതെ ഇവർ തമ്മിൽ നടത്തിയ ചർച്ച എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം അമിത്ഷായോടൊപ്പം ജീവനക്കാരോ ശോഭയോടൊപ്പം മറ്റു നേതാക്കളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു മുറിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഗൗരവമായ ചർച്ച നടത്തിയത്. കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഷായുടെ നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. കാരണം ഇവർ തമ്മിൽ ഒരു ഔദ്യോഗിക വസതിയിൽ ഇരുന്നിട്ടാണ് ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയത്. അമിത്ഷായെ സന്ദർശിച്ചതിന്റെ വിശദാംശങ്ങൾ ശോഭ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. പക്ഷേ എന്ത് കാര്യമാണ് ശോഭയും അമിത്ഷായും തമ്മിൽ ഒരു മീറ്റിംഗ് ചർച്ച നടത്തിയതെന്ന് ശോഭ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ശോഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നോക്കിക്കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോള് ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബി ജെ പിയിലെ അസ്വസ്ഥരങ്ങളും കനൽ ആളിക്കത്തിയിരുന്നു. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക്, അത് വോട്ടുകൾ ഇരട്ടിയുടെ ഇരട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ആ ശോഭയെ തഴഞ്ഞതിൽ രൂക്ഷമായ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നു. ആ ഒരു തെറ്റ് ബി ജെ പി ദേശീയ നേതൃത്വം തിരുത്തുകയാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കുന്നുവെന്ന് സന്ദീപ് ജസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചു. വർഗീയതയും കോഴയും കൂറു മാറ്റവും അടക്കമുള്ള പാലക്കാട് തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് സന്ദീപ് തുറന്നു പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം മികച്ച ഒരു പദവിയിലേക്ക് എത്തുന്നു. ചിലപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷയാകാം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാകാം, അല്ലെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു പദവിയിലേക്ക് ശോഭ ഇന്നോ നാളെയോ എത്തിപ്പെട്ടേക്കാം. ഇത് സന്ദീപ് വാര്യറിനുള്ള ഒരു കെണിയായിട്ടാണ്, സന്ദീപ് വാര്യറിന്റെ മുഖത്തിന് ഒരു തിരിച്ചടി എന്ന രീതിയിലേക്കാണ് ബി ജെ പി കൊടുക്കുന്നത്. കാരണം ബി ജെ പിയെ എത്രത്തോളം തകർക്കാൻ പറ്റുമോ അത്രയെല്ലാം സന്ദീപ് വാര്യർ തകർത്തിട്ടാണ് ബി ജെ പിയെ ഇറങ്ങിയത്. പക്ഷേ തകർത്തു എന്ന് സന്ദീപ് വാര്യർ കരുതിയെങ്കിലും തകർന്നിട്ടില്ല. ഫീനസ് പക്ഷിയെ പോലെ വീണ്ടും അതീവ പവറായി ബി ജെ പി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു. ബി ജെ പി കണക്ക് കൂട്ടിയിരിക്കുകയാണ്. പാലക്കാട് സന്ദീപ് വാര്യർ ബി ജെ പിയെ ചതിച്ച് കോൺഗ്രസിലേക്ക് വന്നതുപോലെ തിരുവനന്തപുരത്ത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു കോൺഗ്രസ് നേതാവിനെ ബി ജെ പി റാഞ്ചും എന്നതിൽ യാതൊരു സംശയവുമില്ല. തിരിച്ചടി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.